ലോക ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പൊന്നാനിയിൽ നടന്നു. പൊന്നാനി നഗരസഭയെ അഭിനന്ദിച്ച് ജില്ലാ മെഡിക്കൽ ടീം. ലോക ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പൊന്നാനി നഗരസഭയെ ജില്ലാ മെഡിക്കൽ ടീം അഭിനന്ദിച്ചു. ജന്തുജന്യ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ നഗരസഭ കാണിക്കുന്ന സജീവ പങ്കാളിത്തവും ശുചിത്വ പ്രവർത്തനങ്ങളിലേക്കുള്ള ശ്രദ്ധയും മാതൃകാപരമാണെന്ന് ടീം വിലയിരുത്തി. ദിനാചരണം നഗരസഭാ ചെയർപേഴ്സൺ CV സുധ ഉദ്ഘാടനം ചെയ്തു. ജന്തുക്കളിൽ നിന്ന് പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടുന്ന ഒരു അവസ്ഥയിലാണെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നല്ല രീതിയിൽ അവബോധം സൃഷ്ടിച്ചുകൊണ്ട് അതിനൊരു പരിധി വരെ നമ്മളിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതിന് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ നഗരസഭയിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം അറിയിക്കുന്നു. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാവരുടെയും കൂട്ടായ പങ്കാളിത്തത്തിലൂടെയാണ് ജന്തുജന്യ രോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ CP സക്കീർ അധ്യക്ഷത വഹിച്ചു. ദിനാചരണ സന്ദേശം ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷുബിൻ നടത്തി. ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും വളർത്തുമൃഗങ്ങൾക്ക് കൃത്യമായ വാക്സിനേഷൻ, ശുചിത്വം, രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക തുടങ്ങിയ മുൻകരുതലുകളുടെ പ്രാധാന്യവും ചടങ്ങിൽ വിശദീകരിച്ചു. ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ പബ്ലിക് ഹെൽത്ത് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും അഭിനന്ദനങ്ങൾ നഗരസഭയ്ക്ക് അറിയിച്ചു കൊടുക്കുന്നു. ഈ ഒറ്റ ഉദാഹരണം മതി നമ്മൾ എങ്ങനെ ജന്തുജന്യ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ തടയാം എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ. കാരണം നമുക്കറിയാം, ഏതൊരു രോഗം ഉണ്ടാവണമെങ്കിലും അതിന് ഒരു രോഗാണു വേണം, അതുപോലെ അതിനൊരു സാഹചര്യം വേണം, പിന്നെ ആ ഒരു രോഗിയാവാൻ സാധ്യതയുള്ള ഒരാളും വേണം. ഈ മൂന്ന് സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ മാത്രമേ ഒരു രോഗം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ അതിനുള്ളൊരു സാഹചര്യം ഒഴിവാക്കുക, പരിസരത്തിൽ അത്തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുന്നത് വഴി അത്തരത്തിൽ എലിപ്പനി പകരാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്തത്. ഒരുപാട് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ആരോഗ്യവകുപ്പ് വളരെ നേരത്തെ തന്നെ ഇതിന് തയ്യാറെടുപ്പുകൾ നടത്തുകയും നമ്മുടെ സുരേഷ് സാറിന്റെ നേതൃത്വത്തിലും ഷാജി സാറിന്റെ നേതൃത്വത്തിലൊക്കെ ഒരുപാട് ട്രെയിനിങ്സ് നടത്തുകയും അതുപോലെ നമ്മുടെ പബ്ലിക് മാത്രമല്ല സ്വകാര്യ മേഖലയിലുള്ള ചികിത്സകരെ കൂടി ബോധവൽക്കരിക്കുകയും ചെയ്യുന്നതോടുകൂടി വളരെ നേരത്തെ തന്നെ ഇത്തരം രോഗികളെ കണ്ടെത്താനും ചികിത്സ കൊടുക്കാനും അതുവഴി മരണം തടയാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ TK മഷൂദ്, ഷാനിൽ കുമാർ, റീന പ്രകാശൻ, ഹസീന P സൗദാമിനി, കൗൺസിലർ TK അഷ്റഫ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ET സുരേഷ്, ഡോക്ടർ ഷാജി അറക്കൽ, ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ് DMO ഡോക്ടർ അങ്കരിസ്, പൊന്നാനി മുനിസിപ്പൽ സൂപ്രണ്ട് രാജേഷ് എന്നിവർ സംസാരിച്ചു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കർഷകർ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഡെപ്യൂട്ടി അജിത് കുമാർ സ്വാഗതവും എഴുപത്തിരുത്തി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സനീഷ് നന്ദിയും പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകർ കൃത്യമായി നൽകുന്ന സന്ദേശങ്ങൾ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനെ ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് അവിടെ ഒരു വൈദ്യൻ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു അത് ഇങ്ങനെയാണ് എന്നല്ല, ശാസ്ത്രീയമായിട്ട് ആരെന്ത് പറയുന്നു അത് നാം മുകളിലേക്ക് എടുത്തുകൊണ്ട് ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കുക.